ഗുഡ് മോർണിംഗ് എവരി വൺ. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. ഇന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് വന്നിട്ടുള്ളത്. ഡേ ലോ ലെവൽ പ്രീവിയസ് ക്ലോസിംഗ് റീടെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു ബൈയിങ് പ്രഷറോടുകൂടി പോസിറ്റീവിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. $3.44 crore, 3,44,00,000 നമ്മുടെ ക്യാപിറ്റൽ. നമുക്ക് മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി നോക്കാം. 26,160 ലെവൽ. ഇന്നലെ ഒരു ഹോൾ ഡേ ഒരു സൈഡ് വൈസ് മൂവ്മെൻ്റാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. കൊണ്ട് തന്നെ ഇന്നലെ 2 ട്രേഡോടുകൂടി നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ഞാൻ രണ്ടാമത്തെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഫർദർ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും പിന്നെ വരുന്നതായിട്ട് കണ്ടില്ല. 26,200 അതുപോലെ തന്നെ 26,120 ലെവൽ. അപ്പോൾ 2 ലെവൽസിൻ്റെ ഇടയിൽ ഒരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആയിരുന്നു ത്രൂ ഔട്ട് ദ ഡേ. ഇന്നൊരു ബ്രേക്ക് ഔട്ട് വരുമോ നോക്കാം, അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. യെസ്, $26,000 100 കോൾ ഓപ്ഷൻ ഒരു 135 ലെവലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുട്ട് ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് ആണെങ്കിൽ 26,300, അതും 130 ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു എൻട്രി കൺഫേം ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്യാം. ഡേ ഹൈയിലേക്ക് വന്നിട്ടുണ്ട് നിഫ്റ്റി. നമുക്കിതൊന്ന് റീലോഡ് ചെയ്ത് നോക്കാം. ഡേ ഹൈ ലെവലിലേക്ക് വന്നിട്ടുണ്ട് 26,180, 188.35 ആണ് ഇന്നത്തെ ഡേയിൽ. 190 ന്യൂ ഡേ ഹൈ വന്നിട്ടുണ്ട്. പിന്നെ അടുത്തൊരു സൈഡ് വൈസ് റേഞ്ചാണ് 26,200 എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ലെവൽ വന്നതിന് ശേഷമേ ഫർദർ എൻട്രീസ് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ചാർട്ട് ഇങ്ങനെ റീലോഡ് ചെയ്ത് നോക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് ആ കൃത്യമായിട്ടുള്ളൊരു റിജക്ഷനൊക്കെ ചാർട്ടിൽ വരുന്നത് കാണാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ചില വിക്സ് അപ്പർ വിക്ക് അല്ലെങ്കിൽ ലോവർ വിക്ക് നമുക്ക് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ ഓപ്പണിംഗ്, അങ്ങനെയുള്ള ചില സാധനങ്ങൾ നമുക്ക് റീലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ കാണാൻ സാധിക്കില്ല. ഞാനെപ്പോഴും ഈ ഒരു പ്രീ ഓപ്പണിംഗ് കഴിഞ്ഞതിന് ശേഷം, പ്രീ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ആ ഒരു
പ്രീ മാർക്കറ്റ് ഓപ്പണിംഗ് എപ്പോഴും NSEയുടെ സൈറ്റിൽ പോയിട്ട് ചെക്ക് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇവിടെ സിസ്റ്റം ഉള്ളതുകൊണ്ട് അതിലാണ് ഞാൻ ചെക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് അറിയാത്തവർക്ക് ഞാനത് ജസ്റ്റ് കാണിക്കാം. NSEയുടെ സൈറ്റിലേക്ക് പോവാം. NSE പ്രീ മാർക്കറ്റ് അതിൽ ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് NSEയിൽ കയറി കഴിഞ്ഞാൽ NSEയുടെ സൈറ്റിനകത്ത് നമുക്ക് കാണാം 8.155 പോയിൻറ്റ്സിൻ്റെ ഓപ്പണിംഗ് ആണ്. ഓപ്പണിംഗ് പോസിറ്റീവ്, ചെറിയൊരു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ് വന്നിട്ടുള്ളത്. ഇപ്പം നമുക്കിവിടെ 35 പോയിൻറ്റ്സിൻ്റെ ലൈവായിട്ട് റൺ ചെയ്യുന്നത് നമുക്കിവിടെ കാണാം. അപ്പോൾ അതെപ്പോഴും ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ നമുക്കൊരു കോൾ ഓപ്ഷൻ എൻട്രി എടുക്കാം. 26,100 നമുക്ക് നോക്കാം. $26,100 call option. ഇപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു സൈഡ് വേസ് ഈ ഒരു ഹെഡ്ജിങ്ങിൻ്റെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കാം. ഇന്ന് നമുക്ക് ഹെഡ്ജ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നോക്കാം. ഒരു 3 lakhs പ്രോഫിറ്റ് വന്നതിന് ശേഷം നമുക്ക് ഹെഡ്ജ് ചെയ്യാം. എല്ലാവർക്കും ഇങ്ങനെ നേക്കഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഇത് ഹെവിലി റിസ്ക്കിയാണ്. ആർക്കും നേക്കഡ് ചെയ്യാനായിട്ട് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാറില്ല. ട്രേഡിംഗ് ഒരു റിസ്ക്കി ആയിട്ടുള്ളൊരു പ്രൊഫഷനാണ്. അതുപോലെ തന്നെ അതിൽ തന്നെ ഇൻട്രാഡേ ട്രേഡിംഗ് വെരി വെരി റിസ്ക്കി. അപ്പോൾ കൃത്യമായ നോളേജ് ഉണ്ടെങ്കിൽ മാത്രമേ ഇൻട്രാഡേ ട്രേഡിങ്ങിലേക്ക് വരാൻ പാടുള്ളൂ. ഇൻട്രാഡേ ട്രേഡിംഗ് ആണെങ്കിലും ഓപ്ഷൻ ട്രേഡിംഗ് അതിനേക്കാൾ റിസ്ക്കിയാണ്. ഓപ്ഷൻ ബൈയിങ് ഈവൺ മോർ റിസ്കിയറാണ് ഓപ്ഷൻ ബൈയിങ്ങിലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ റിവാർഡ് സൈഡും അതുപോലെ തന്നെയാണ്. റിവാർഡ്സ് നമുക്ക് നല്ല റിവാർഡ്സും ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും നമുക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അത് കൂടുതൽ റിസ്ക്കിയാണെന്ന് പറയുന്നത്. ഇപ്പോൾ റിവാർഡ് സൈഡ് നമ്മൾ നോക്കുമ്പോൾ റിസ്ക് സൈഡും നമ്മൾ നോക്കണം. റിസ്ക് സൈഡ് നോക്കുമ്പോൾ റിവാർഡ് സൈഡും നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു 26,200 ലെവൽ ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പുൾ ബാക്ക് വരുന്നുണ്ട് ആ ഒരു ലെവലിൽ നിന്ന് 26,200 ലെവലിൽ നിന്ന്. ഇന്നത്തെ ഡേ ഹൈ നോക്കുകയാണെങ്കിൽ 26,202.35 വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 75 lakhs ആണ് നമ്മൾ ലോഡ് ചെയ്തിട്ടുള്ളത്. 1 lakh ലോസിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പൊസിഷൻ. എന്തായാലും 26,200 ലെവലിൽ നിന്നൊരു പുൾ ബാക്ക് വരും. അതിനുശേഷം മാത്രമേ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഫണ്ട്സ് ലോഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് 1/4 മാത്രമേ ലോഡ് ചെയ്തിട്ടുള്ളൂ. അതായത് 25% മാത്രമാണ് ഇവിടെ ലോഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ 75 lakhs ലോഡ് ചെയ്തു. 50,000 ലോസിലുണ്ട്. ഇപ്പോൾ കോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ മൾട്ടിപ്പിൾ എൻട്രീസ് ആയിട്ടാണ് പൊസിഷൻസ് എടുക്കുന്നത്. മൾട്ടിപ്പിൾ എൻട്രീസ് ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത്
എപ്പോഴും നമ്മൾ ഒറ്റയടിക്ക് എടുത്തു കഴിഞ്ഞാൽ അത് പുൾ ബാക്ക് വരും. അപ്പോൾ ആ ലോസ് നമ്മൾ ബെയർ ചെയ്യുന്നതിന് പകരം ആ ലോസ് അല്ലെങ്കിൽ പുൾ ബാക്ക് എന്ന് പറയുന്നത് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് കഴിയും ഇങ്ങനെ എടുക്കുമ്പോൾ. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലേക്ക് നമ്മുടെ ഡയറക്ഷനിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഒരുപാട് അങ്ങനെ ആഡ് ചെയ്ത് പോകരുത്. അപ്പോൾ നമ്മൾ വളരെയധികം കൺട്രോൾ ചെയ്ത് 25% അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 40%, 30%-ലോ സ്റ്റോപ്പ് ചെയ്യാം. ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൽ വരുന്ന പ്രോഫിറ്റ്സ് നമുക്ക് ഈസി ആയിട്ട് കിട്ടും നമുക്ക്. അതുപോലെ തന്നെ കൂടുതൽ എഗെയിൻസ്റ്റ് അല്ലെങ്കിൽ പുൾ ബാക്ക് വന്നതിന് ശേഷം ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു റീടെസ്റ്റ് വരുമ്പോൾ തന്നെ നമ്മൾ പ്രോഫിറ്റ്സിലേക്ക് വരും. അത് കഴിഞ്ഞ കുറേ വീഡിയോസിൽ ഞാൻ ആ ഒരു എക്സാമ്പിൾ ആ ഒരു രീതിയിൽ ചെയ്യുന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോസ് കാണാം. അതിൻ്റെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ കമൻസിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് വരും വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. ട്രേഡ്സ് എടുക്കുന്നതിൻ്റെ അനാലിസിസ് പാർട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. 1.2 lakhs വീണ്ടും പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ഡേ ഹൈ ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ റിഫ്രഷ് ചെയ്ത് നോക്കാം. എനിക്കല്ലാതെയും ഇവിടെ ചാർട്ട്സ് സ്ക്രീനിൽ കാണാം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചാർട്ട് കൂടുതലായിട്ടും ഇതിൽ വെക്കാത്തത്. പൊസിഷൻസ് മാത്രമാണ് കൂടുതലും വെക്കുന്നത്. ഡേ ഹൈയിലേക്ക് 26,200 ലെവലിലേക്ക് വരുന്നുണ്ട്. ഒരു ബ്രേക്ക് ഔട്ടിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അറൗണ്ട് 2 lakhs പ്രോഫിറ്റ്സ് വന്നിട്ടുണ്ട്. ഒരു 3 lakhs വന്നതിന് ശേഷം ഹെഡ്ജ് ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം. ഹെഡ്ജ് ചെയ്യുമ്പോൾ പുട്ട് ഓപ്ഷൻ റെഡി ആയിട്ട് വയ്ക്കുക. സ്ട്രൈക്ക് പ്രൈസസ് 26,300 ആയിരിക്കും നല്ലൊരു സ്ട്രൈക്ക് പ്രൈസ്. 3 lakhs പ്ലസിലേക്ക് വന്നതിന് ശേഷം നമുക്ക് ഹെഡ്ജ് ചെയ്യാം. 26,300 പുട്ട് ഓപ്ഷൻ. ഇപ്പോൾ നമ്മൾ ഹെഡ്ജ് ചെയ്ത് 400 ലോട്ട്സ് ആണ് എടുത്തത്. ഇപ്പോൾ 100 ലോട്ട്സിൻ്റെ നമുക്ക് എത്ര ക്വാണ്ടിറ്റി? 1, 2, 3, 4, 5, 6, 7 എൻട്രി ഉണ്ട്. നമ്മൾ 4 എൻട്രി വെച്ചിട്ടാണ് അതിനെ ഹെഡ്ജ് ചെയ്തിട്ടുള്ളത്. എഗെയിൻ നല്ലൊരു മൊമെൻറ്റം വരുന്നുണ്ട്. നമുക്കിവിടെ കാണാം. ഓപ്ഷൻ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു മൊമെൻറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഒരു 6 lakhs പ്ലസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു എൻട്രി കൂടെ ഹെഡ്ജിങ്ങിലായിട്ട് നമുക്ക് കൊടുക്കാം. അറൗണ്ട് 5 lakhs പ്രോഫിറ്റ് ഉണ്ട്. 7 lakhs-ലേക്ക് 6.57 lakhs വന്നതിന് ശേഷം നമുക്ക് ഒരു ഹെഡ്ജിങ് കൂടെ കൊടുക്കാം. ഇപ്പം നമ്മൾ 400-ഉം അതുപോലെ തന്നെ 700-ഉം ലോട്ട് സൈസ് ഹെഡ്ജിങ് വരുന്നത്. 6 lakhs-ലേക്ക് വന്നിട്ടുണ്ട് പ്രോഫിറ്റ്സ്. ഇപ്പോൾ ഒരു 4 lakhs-ൽ റൺ ചെയ്യുന്നുണ്ട് പ്രോഫിറ്റ്സ്. $26,300 പുട്ട് ഓപ്ഷനാണ് ഇവിടെ ഹെഡ്ജ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ പ്രീമിയം എന്ന് പറയുന്നത് 115 ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അറൗണ്ട് 110 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഹോൾഡ് ചെയ്യുന്ന പ്രീമിയം 158 ആണ്.
അപ്പോൾ ഒരുപാട് വലിയ പ്രീമിയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെഡ്ജ് ചെയ്യുമ്പോൾ പ്രീമിയം ശ്രദ്ധിക്കണം. പ്രീമിയം ചെറുതാണെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഹെഡ്ജ് ചെയ്യേണ്ടി വരും. യെസ്, 6 lakhs വന്നിട്ടുണ്ട്. നമുക്കൊരു ഹെഡ്ജ് കൂടി ഇവിടെ നമുക്ക് കൊടുക്കാം. 26,300 പുട്ട് ഓപ്ഷൻ ഒരു 300 ലോട്ട് കൂടി നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ 700 ഈക്വൽ ഹെഡ്ജിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ചെയ്യാം. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ട്രേഡിംഗ് ആയിട്ട് നമുക്കിതിനെ പറയാം. ഓൾറെഡി ഹെഡ്ജഡ് ആണ്, പ്രൊട്ടക്റ്റഡ് ആണ്. ഇപ്പോൾ 10 lakhs അടുത്ത് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു റിസ്ക് ഇല്ലാതെ, നേക്കഡ് ട്രേഡിങ്ങിൻ്റെ റിസ്ക് ഇല്ലാതെ തന്നെ ചെയ്യാം. ഇപ്പോൾ ഞാൻ യൂഷ്വലി ചെയ്യാറുള്ളത് നേക്കഡ് ട്രേഡിംഗ് ആയിട്ട് തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് ഹെഡ്ജ് ചെയ്തിട്ട് കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് കൂടുതൽ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാം, പീസ്ഫുള്ളായിട്ട് ചെയ്യാം. ഇൻ കേസ് എന്തെങ്കിലും റിവേഴ്സൽസ് വരികയാണെങ്കിലും നമുക്ക് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും, നമ്മുടെ ഒരു ഡയറക്ഷൻ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഇപ്പോൾ ഈവൺ ഒരു 8-9 lakhs പ്രോഫിറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രീമിയം വളരെ ചെറുതായതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു കപ്പിൾ ഓഫ് എൻട്രീസ് കൂടെ 26,300 പുട്ട് ഓപ്ഷനിൽ കൊടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഒരു പുൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് വലിയൊരു ലോസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, 700 നമ്മൾ 900 കൊണ്ടാണ് പ്രൊട്ടക്റ്റ് ചെയ്തത്. 700 എന്ന് പറയുമ്പോൾ കോൾ ഓപ്ഷൻ 1 2 3 4 5 6 7 പൊസിഷൻസ് 100 ക്വാണ്ടിറ്റി വെച്ചിട്ടാണ്. 800 പൊസിഷൻസ് ഉണ്ട്, 800 ലോട്ട്സ് ഉണ്ട്. അത് പെർ എൻട്രി നമ്മൾ 100 ലോട്ട്സ് ആണ് എടുക്കുന്നത്. 6,565 ലോട്ട് സൈസ്. ഫസ്റ്റ് എൻട്രി നമ്മൾ 200 എടുത്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ 7 പൊസിഷൻസ് 7 + 1 8 പൊസിഷൻസ്, അത് 800 ലോട്ട്സ് ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഒരു 400 പ്ലസ് ഒരു 300 700 പ്ലസ് ഒരു 200 900 പൊസിഷൻസ് വെച്ചിട്ടാണ് ഹെഡ്ജ് ചെയ്തത്. അപ്പോൾ ഈവൻ ഒരു 200 മോർ ആഡ് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രീമിയം ശ്രദ്ധിക്കണം. പ്രീമിയം 110 106 ലാസ്റ്റ് കപ്പിൾ ഓഫ് എൻട്രീസ് വന്നിട്ടുള്ളത്. 106 107 അങ്ങനെ വരുമ്പോൾ ആ പ്രീമിയവും അതുപോലെ തന്നെ നമ്മൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കോൾ ഓപ്ഷൻ്റെ പ്രീമിയം 160 150 പ്ലസ്സിലാണുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രീമിയം ഡീകേ വരികയാണെങ്കിൽ അത് ഫോളോ ചെയ്യുകയാണെങ്കിലുള്ള ഡിഫറൻസ് ഭയങ്കര വലുതായിരിക്കും. അതും അതുപോലെ തന്നെ 110 പ്രീമിയം വരുന്നതും. അപ്പോൾ ഹെഡ്ജ് ചെയ്യുമ്പോൾ പ്രോപ്പർ ആ പ്രീമിയം എത്ര വരുന്നുണ്ട്, അതുപോലെ തന്നെ ലോട്ട് സൈസ് എത്ര വരുന്നുണ്ടെന്നുള്ളൊരു കാര്യങ്ങളും നോക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ മാർക്കറ്റ് എഗെയിൻസ്റ്റ് വരുമ്പോൾ നമ്മുടെ പൊസിഷൻസ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. പക്ഷേ പ്രീമിയത്തിൻ്റെ ഒരു ഡിഫറൻസ് കൊണ്ടും ലോട്ട് സൈസിൻ്റെ ഡിഫറൻസ് കൊണ്ടും നമുക്ക് ആ ഒരു വേരിയേഷൻ വരുന്നത് നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ നമ്മൾ എൻട്രി എടുക്കുമ്പോഴും അതിൻ്റെ ബേസിസിൽ മാത്രമായിരിക്കും വരിക തുടർന്ന് അങ്ങോട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഹെഡ്ജ് ചെയ്യുന്ന ഒരു പോയിന്റ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രീമിയം, അതുപോലെ തന്നെ നമ്പർ ഓഫ് ലോട്ട്സ്. ഇപ്പോൾ 800 എൻട്രി 800 ലോട്ട്സ് ആണ് നമ്മൾ കോൾ ഓപ്ഷൻ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ 800 പുട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ പ്രീമിയം 100 താഴെയാണെങ്കിലും 100 മുകളിലാണെങ്കിലും നമ്മൾ എടുത്തിട്ടുള്ള ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന കോൾ ഓപ്ഷൻ പ്രീമിയവും ഇതും ഓൾമോസ്റ്റ് ഈക്വൽ ആണെങ്കിലേ ആ ഒരു ഹെഡ്ജ് കൊണ്ടുള്ള കാര്യം നമുക്ക് ആ ഒരു പ്രയോജനം നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ പോലും നമ്മുടെ എഗെയിൻസ്റ്റ് ഒരുപാട് പ്രീമിയം ഡീകേ വന്നു കഴിഞ്ഞാൽ രണ്ട് സൈഡും പ്രീമിയം ഡീകേ വരും. കാരണം ഓപ്ഷൻ ബൈയിങ് ആണ്, രണ്ട് സൈഡും ബൈയിങ് കൊണ്ടാണ് ഹെഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ റിസ്ക്കുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാവുക. തുടർന്ന് ഈ വീഡിയോ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അങ്ങനത്തെ കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രീമിയം സെലക്ട് ചെയ്തിട്ടുള്ളത്, ഈ ഒരു സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്തിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഡയറക്ഷൻ കോൾ ഓപ്ഷൻ തന്നെയാണ്, കോൾ സൈഡ് തന്നെയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഡേ ഹൈ ലെവലിലേക്ക് വന്നു കോൾ ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് 26,100. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹെഡ്ജിങ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ
ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 10% ആണ് നമ്മൾ ബുക്ക് ചെയ്യാറുള്ളത്, അറൗണ്ട് 10%. അപ്പോൾ ഇപ്പോൾ നമുക്ക് ആ ഒരു കൂടുതൽ സമയം നമ്മൾ ഹോൾഡ് ചെയ്യണമെങ്കിലുള്ള റിസ്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഹെഡ്ജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹെഡ്ജ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു കാര്യം ഉൾപ്പെടുത്തിയത്. ഞാൻ എപ്പോഴും ചെയ്യുന്നത് നേക്കഡ് പൊസിഷൻസ് തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ നമ്മൾ നേക്കഡ് പൊസിഷൻസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഹെഡ്ജഡ് പൊസിഷൻസിൽ പീസ്ഫുള്ളായിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഓപ്ഷൻ ട്രേഡിംഗ് ബൈയിങ് ആണ് ചെയ്യുന്നതെങ്കിൽ ഹെഡ്ജ് ചെയ്തിട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് ഓപ്ഷൻ ബൈയിങ് കൊണ്ട് തന്നെയാണ് ഹെഡ്ജ് ചെയ്യുന്നതെങ്കിൽ, അതായത് കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് പുട്ട് ഓപ്ഷൻ കൊണ്ടാണ് ഹെഡ്ജ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി റിസ്ക് കൂടുതലാണ്. അതുപോലെ തന്നെ പ്രോഫിറ്റ് പൊട്ടൻഷ്യലും കൂടുതലാണ്. റിവാർഡ് രണ്ട് സൈഡും നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ ഹെഡ്ജ് ചെയ്ത ഒരു പൊസിഷൻ 1,76,000 ലോസിലും മറ്റ് രണ്ട് പൊസിഷൻ 25,000 പ്രോഫിറ്റ്സിലാണ്. രണ്ട് പൊസിഷനും കൂടി ഒരു 50,000 പ്രോഫിറ്റ്സ് എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ അത് ലോസിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വേരിയേഷൻ എങ്ങനെ വരുന്നതെന്നുള്ള പീസ്ഫുള്ളായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുതന്നെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുന്നതിന് മുമ്പായിട്ട് ഇത് തുടർന്ന് വാച്ച് ചെയ്യുക. നിങ്ങൾക്കിതിനുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ മെസ്സേജിലൂടെ ചോദിച്ചതിന് ശേഷം മാത്രം റിയൽ ട്രേഡിങ്ങിലേക്ക് വന്നാൽ മതി. ഇപ്പോൾ ഇവിടെ വീണ്ടും ഡേ ഹൈയിലോട്ടൊരു മൊമെൻറ്റം കാണുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓൾറെഡി ഒരു ലോവർ ലോ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് റിവേഴ്സൽ സൈനായിട്ട് കാണാം. അതുപോലെ തന്നെ ഡേ ഹൈ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈഡ് വേസ് ആയിട്ട് കുറച്ച് സമയം കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ അതിനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. സ്റ്റിൽ നമ്മുടെ പ്രോഫിറ്റ്സ് എന്ന് പറയുന്നത് അറൗണ്ട് 8 lakhs തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഹെഡ്ജ്ഡ് പൊസിഷൻ ആയതുകൊണ്ടാണ്. യെസ്, 8 lakhs റൺ ചെയ്യുന്നുണ്ട് പ്രോഫിറ്റ്സ്. നമുക്കൊന്ന് റീലോഡ് ചെയ്യാം. കൂടുതൽ സമയം റൈഡ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടണമെങ്കിൽ ഹെഡ്ജ് ചെയ്താൽ മാത്രമേ അതിന് നമുക്ക് കഴിയുള്ളൂ. അപ്പോൾ ഈ ഒരു മൊമെൻറ്റം നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പ്രോഫിറ്റ്സിലേക്ക് വരുന്നത് വരെ തന്നെ നമുക്ക് ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു മൊമെൻറ്റം കഴിയുന്നത് വരെ ഹോൾഡ് ചെയ്യാം. മാർക്കറ്റ് സൈഡ് വേസിലേക്ക് പോകുന്നത് വരെ നമുക്ക് ഈ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യാനായിട്ട്, ഈ ഒരു ഹെഡ്ജഡ് പൊസിഷൻ ആയതുകൊണ്ട് നമുക്കതിന് സാധിക്കും. നമ്മൾ സേഫായിട്ട് ആ ഒരു 8 lakhs തന്നെ നമ്മുടെ പ്രോഫിറ്റ്സ് നിൽക്കുന്നുണ്ട്. ഒരു മൊമെൻറ്റം വന്നതിന് ശേഷം മാത്രമേ കൂടുതൽ ഹെഡ്ജിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ, പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, ആ ഒരു കിട്ടിയ പ്രോഫിറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമുക്ക് 700 അല്ലെങ്കിൽ 800 ലോട്ട്സിൻ്റെ കോൾ ഓപ്ഷൻ ഉണ്ട്, 900 ലോട്ട്സിൻ്റെ പുട്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ പോലും ഈ ഒരു പൊസിഷൻ 8 lakhs പ്രോഫിറ്റ് എന്നുള്ളത് ഒരു 12 lakhsലേക്കോ അല്ലെങ്കിൽ 15 lakhsലേക്കോ പോയി കഴിഞ്ഞാലും ഈ പൊസിഷൻ അങ്ങനെ തന്നെ നമ്മൾ ഹോൾഡ് ചെയ്യരുത്. കാരണം ഈ ഒരു പ്രീമിയത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കിക്കഴിഞ്ഞാൽ 166 എന്നുള്ള പ്രീമിയം ഒരു പക്ഷേ 200ലേക്ക് പോയേക്കാം. അതേസമയം 106 എന്നുള്ള പ്രീമിയം കുറഞ്ഞ് ഒരു 75ലേക്കോ ആ ഒരു ലെവലിലേക്ക് വരും. പക്ഷെ തിരിച്ച് നമുക്ക് കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്ത് ഒരു 15 lakhs 12 lakhs പ്രോഫിറ്റിൽ വന്നതിന് ശേഷം അത് എഗെയിൻ ബാക്ക് ടു 166 ലെവലിലേക്ക് വരുമ്പോൾ ഈ 75 എന്ന് പറയുന്നത് 106ലേക്ക് തിരിച്ച് കയറണമെന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ 12 lakhs പോയതിന് ശേഷം തിരിച്ചത് 8 lakhsലേക്ക് തന്നെ വരും.
അപ്പോൾ നമുക്ക് ആ 12 ലാക്സ് അല്ലെങ്കിൽ 15 ലാക്സ് പ്രോഫിറ്റ് വന്നതിന് നമ്മൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഓരോ പ്രാവശ്യം അത് മുകളിലേക്ക് പോയി നമ്മുടെ ഡയറക്ഷനിലേക്ക് 8 ലാക്സ് എന്നുള്ള പ്രോഫിറ്റ് കൂടി 10-12 ലാക്സ് വരുമ്പോഴും നമ്മൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു പൊസിഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ വൺസ് വന്നിട്ടുള്ള പ്രോഫിറ്റ് നമുക്ക് തിരിച്ച് നമുക്ക് എന്ത് മാർക്കറ്റിൽ സംഭവിച്ചു കഴിഞ്ഞാലും കൂടുതലായിട്ടുള്ള ഡീകേ സംഭവിക്കാതെ മൊമെൻറ്റം എങ്ങോട്ട് വന്നു കഴിഞ്ഞാലും നമുക്ക് ആ പ്രോഫിറ്റ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ഒരുപക്ഷെ ഹെഡ്ജ് ചെയ്യാതെ വെച്ചിരുന്നെങ്കിൽ, ഇപ്പോൾ ഹെഡ്ജ് ചെയ്തിട്ട് തന്നെ നമുക്ക് 9 ലാക്സിൻ്റെ പ്രോഫിറ്റ് ഉണ്ട്. ഹെഡ്ജ് ചെയ്യാതെ വെച്ചിരുന്നെങ്കിൽ ഈ ഒരു 4+2 6 ലാക്സിൻ്റെ പ്രോഫിറ്റ്, 6 ലക്ഷം രൂപ അധികം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. കാരണം ഈ റിസ്ക് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. ആ വന്നിട്ടുള്ള പ്രോഫിറ്റ്സ് പോവാതിരിക്കുക എന്നുള്ളതാണ്. കൂടുതൽ പ്രോഫിറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഹെഡ്ജ് ചെയ്യുന്നത്, വന്നിട്ടുള്ള പ്രോഫിറ്റ്സ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വിചാരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ റിസ്കിലേക്ക് പോകരുത്. അപ്പോൾ റിസ്ക് പ്രൊട്ടക്റ്റ് ചെയ്യാതെ നമുക്ക്, അല്ലെങ്കിൽ റിസ്ക് സൈഡ് നമ്മൾ സേഫായിട്ട് വെക്കാതെ നമ്മൾ നേക്കഡായിട്ട് എടുക്കുമ്പോൾ കൂടുതൽ പ്രോഫിറ്റ്സ് കിട്ടും. അതുപോലെ തന്നെ ആ പ്രോഫിറ്റ്സ് റിസ്ക് ആവാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ആ ഒരു 8 ലാക്സ് എന്ന് പറയുന്നത് 10 ലാക്സിലെത്തി. ഈവൻ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹെഡ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് 10 ലാക്സിലേക്ക് വന്നു, ബാക്ക് ടു 8 ലാക്സിലേക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 9 ലാക്സിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വളരെ പീസ്ഫുള്ളായിട്ട് വെക്കാനായിട്ട് നമുക്ക് കഴിയുന്നത് ഹെഡ്ജ് ചെയ്തതുകൊണ്ടാണ്. ഇപ്പോൾ ഡേ ഹൈ ലെവൽ ബ്രേക്ക് ചെയ്ത് ഒരു മൊമെൻറ്റം വന്നിട്ടുണ്ട്. 26,200 ബ്രേക്ക് ചെയ്തു. ആ ഒരു ലെവലിൽ കുറച്ച് സമയം നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. 240 ലെവലിലേക്കും 250 ലെവലിലേക്കും വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു 10 ലാക്സ് ബ്രേക്ക് ചെയ്ത്, അല്ലെങ്കിൽ 11 ലക്ഷം 12 ലക്ഷം രൂപയിലേക്ക് വന്നതിന് ശേഷം ഒരു ഹെഡ്ജ് നമുക്ക് കൊടുക്കാം, ഒരു 200 ലോട്ട്സിൻ്റെ. യെസ്, 11 ലാക്സിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ 200 ലോട്ട്സ് വീണ്ടും ഹെഡ്ജ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ട്രേഡിൽ നിന്ന് കംഫർട്ടബിളായിട്ട് ഒരു 15 ലാക്സ് കിട്ടിയാൽ നമുക്ക് ബുക്ക് ചെയ്യാം. ദാറ്റ് ഈസ് 5% ഓഫ് ദ ടോട്ടൽ ക്യാപിറ്റൽ. ഈ രീതിയിൽ പ്രൊട്ടക്ട് ചെയ്ത് ചെയ്യാം. അപ്പോൾ നേക്കഡായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഡയറക്ഷനും കൺവിക്ഷനും സ്ട്രോങ് ആണെങ്കിൽ നേക്കഡായിട്ട് എടുക്കാം. പക്ഷേ ആ ഒരു പീസ് ഓഫ് മൈൻഡിൽ നമുക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ ഹെഡ്ജ്ഡ് പൊസിഷൻസ് ആണ് വളരെ നല്ലത്. ഹെഡ്ജ് ചെയ്യാതെ ആരും ചെയ്യരുത്. നേക്കഡിൽ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ വീഡിയോസിലൊക്കെ 50 ലാക്സ് 20 ലാക്സിലേക്കെല്ലാം ലോസ് പോകുന്നത്. അപ്പോൾ ആ ഒരു ലോസിലേക്ക് പോയ പൊസിഷൻസ് തന്നെ 2-3 ലാക്സ് പ്രോഫിറ്റ് വന്നതിന് ശേഷമാണ് ലോസിലേക്ക് പോയിട്ടുള്ളത്. എഗെയിൻ നമ്മളതിനെ ആവറേജ് ചെയ്ത് പ്രോഫിറ്റ്സിലേക്ക് കൊണ്ടുവന്നു. 15 ലാക്സ് പ്രോഫിറ്റ്സിലും 10-15 ലാക്സ് പ്രോഫിറ്റ്സിലേക്ക് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് പറ്റി. അങ്ങനെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയത് ആ ഒരു കൺവിക്ഷൻ, നമ്മുടെ അനാലിസിസിൻ്റെ ഒരു സ്ട്രെങ്ത് അത്രയും ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ഡയറക്ഷൻ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു മൊമെൻറ്റം നമുക്ക് മാർക്കറ്റിലുണ്ട്. നമുക്കിവിടെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓപ്പണിങ്ങിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് മുകളിലേക്കാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് വരികയും ചെയ്തു 26,200 ലെവൽ. ഇപ്പോൾ 250 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, 26,250 ലെവൽ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഹെഡ്ജ് ചെയ്തിട്ടില്ലെങ്കിലും പൊസിഷൻസിൽ നല്ല പ്രോഫിറ്റ് നമുക്ക് വരും. അതേസമയം കുറച്ച് വോളട്ടൈലായിട്ടുള്ള മൂവ്മെൻറ്റ്സ് വരുന്നത്, അല്ലെങ്കിൽ രണ്ട് ഡയറക്ഷനിലും റിവേഴ്സൽസ് എല്ലാം വരുന്ന സമയത്തായിരിക്കും ഈ ഒരു ഹെഡ്ജ് ചെയ്തതിൻ്റെ ഒരു
ഫുൾ അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുക. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുത്തിട്ടുള്ള പൊസിഷൻസ്, കോൾ ഓപ്ഷനിൽ എടുത്തിട്ടുള്ള പൊസിഷൻസ് മുഴുവൻ പ്രോഫിറ്റിലാണ്. അപ്പോൾ ആ പൊസിഷൻസ് മുഴുവൻ ലോസിലായിട്ട് നമ്മൾ ഹെഡ്ജ് ചെയ്ത പൊസിഷൻസ് നിന്ന് മാത്രം പ്രോഫിറ്റ് കിട്ടുന്ന സിറ്റുവേഷൻസ് മാർക്കറ്റിൽ വരാറുണ്ട്. അപ്പം അങ്ങനെ വരുന്ന സിറ്റുവേഷൻസ് നമുക്ക് നമ്മുടെ അഗെയിൻസ്റ്റ് അത് സേഫായിട്ട് നമുക്ക് നല്ല പ്രോഫിറ്റ്സ്, ഈവൻ മാർക്കറ്റ് റിവേഴ്സൽ ആയാലും നമുക്ക് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഹെഡ്ജ്ഡ് പൊസിഷൻസ് ആണ്, ഹെഡ്ജ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെഡ്ജ് ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ കുറേ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അത് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്നാണ് ഞാൻ കരുതുന്നത്. നേക്കഡായിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റേതായ റിസ്ക് ഡെഫിനറ്റായിട്ടും ഉണ്ട്. അറ്റ് എനി ഗിവൺ പോയിൻ്റ് ഓഫ് ടൈം ആ ഒരു റിസ്ക് നമുക്കുണ്ട്. അപ്പോൾ അത് എല്ലാവരും മറക്കാതിരിക്കുക. ഇപ്പോൾ കംഫർട്ടബിളായിട്ട് നമ്മളൊരു 12 lakhs പ്രോഫിറ്റിൽ റൺ ചെയ്യുന്നുണ്ട്. പ്രോപ്പറായിട്ട് ഹെഡ്ജ് ചെയ്തിട്ടുള്ളൊരു പൊസിഷനാണ്. ഇപ്പോൾ ഒരു 15 lakhs പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നിന്ന് പെട്ടെന്നൊരു ഫോൾ വരികയാണ്, മാർക്കറ്റ് ഫോളായി ഡേ ലോയിലേക്ക് ഫോൾ ആയാൽ പോലും നമ്മുടെ ഈ ഒരു 12 lakhsന് ഒന്നും സംഭവിക്കില്ല. ആ ഒരു പൊസിഷൻ, ആ ഒരു പ്രോഫിറ്റ് നമുക്ക് ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടില്ല. ആ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു ഹെഡ്ജിങ്ങിലൂടെ ഉറപ്പുവരുത്തുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് 13 lakhs പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഒരു 15 ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു പൊസിഷൻ 15 lakhsലേക്ക് പോകാൻ വേണ്ടി നമുക്ക് മുകളിലേക്ക് തന്നെ മാർക്കറ്റ് പോകണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇത് റിവേഴ്സായി ഇവിടെ നിന്ന് ഫോളായി 26,200 തിരിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു പക്ഷേ 15 lakhs പ്രോഫിറ്റ്സ് നമുക്ക് ഒരുപക്ഷെ ഉണ്ടാക്കാനായിട്ട് സാധിച്ചേക്കാം. കാരണം അതാണ് ആ ഒരു ഹെഡ്ജിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ നേക്കഡ് പൊസിഷൻ ആണെങ്കിൽ ഈ 12 lakhs 13 lakhs പ്രോഫിറ്റ് കാണിച്ചത് നേരെ 5 lakhsൻ്റെ താഴേക്ക്, 5 ലക്ഷം രൂപയുടെ താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടാകും നേക്കഡ് പൊസിഷൻ ആണെങ്കിൽ. കാരണം അത് ഒരേ ഡയറക്ഷനിൽ തന്നെ എപ്പോഴും പോയിക്കൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ റിവേഴ്സലായാലും പ്രോഫിറ്റ്സ് ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ പൊസിഷൻസ് ഹെഡ്ജ്ഡ് ആയിരിക്കണം. $12.5 lakhs പ്രോഫിറ്റിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 15 lakhs ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. 15 lakhs വന്നു കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ പൊസിഷൻ ഇവിടെ വെച്ചിട്ട് നമ്മളൊരു 5 minutes അങ്ങോട്ടും ഇങ്ങോട്ടെങ്കിലും മാറിയാൽ പോലും നമുക്ക് ഹെഡ്ജ്ഡ് പൊസിഷൻ ആയതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. പക്ഷേ നേക്കഡ് പൊസിഷൻ അങ്ങനെയല്ല. നമ്മളൊന്ന് ഫുൾ ടൈം സ്ക്രീനിൽ, ഈ ഒരു ഫോണിലോ സ്ക്രീനിലോ നമ്മൾ നോക്കിയിരുന്നേ പറ്റൂ. കാരണം പെട്ടെന്നൊരു സ്പൈക്ക് വന്നു എന്ന് പറഞ്ഞ് നമുക്ക് ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഡിസിഷൻസ് എടുക്കണം, പെട്ടെന്നൊരു ആക്ഷൻ നമുക്ക് എടുക്കേണ്ടി വരും. പക്ഷേ ഹെഡ്ജ്ഡ് പൊസിഷൻസിൽ ഒരിക്കലും ഒന്നും സംഭവിക്കില്ല എന്നല്ല, പക്ഷേ
അതൊരു കൺട്രോളിലായിരിക്കും സംഭവിക്കുക. എഗെയിൻസ്റ്റ് വന്നാലും ഡയറക്ഷനിലേക്കുള്ള മൊമെൻറ്റം വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് നമുക്ക് ഒരു ആക്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെ തന്നെ ഈ ഒരു പൊസിഷൻ 1 മണിക്കൂർ നമുക്ക് വെക്കാം, അല്ലെങ്കിൽ 2 മണി വരെ വെക്കാം, അല്ലെങ്കിൽ ഇന്നത്തെ ട്രേഡിംഗ് ഡേ കഴിയുന്നത് വരെ വെക്കാം. പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള മൂവ്മെൻറ്റ്സ് നമ്മുടെ ഡയറക്ഷനിൽ തന്നെയാണെങ്കിൽ കൂടുതൽ പ്രോഫിറ്റ്സ് കിട്ടും. അല്ലെങ്കിൽ റിവേഴ്സായിട്ട് യൂണി ഡയറക്ഷനിലായിട്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ വലിയൊരു ഫോള് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 500 പോയിൻറ്റ്സ് ഫോള് നിഫ്റ്റിയിൽ വരികയാണെങ്കിലും നമുക്ക് പ്രോഫിറ്റ്സ് കിട്ടും. പക്ഷേ DK ആയി സൈഡ് വേസ് DK ആവുക ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 സൈഡും പ്രീമിയം DK വരും, കോൾ ഓപ്ഷനിലും പുട്ട് ഓപ്ഷനിലും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെറിയ ലോസ് നമുക്ക് വന്നേക്കാം. ആ ഒരു റിസ്ക് മാത്രമാണ് ഓപ്ഷൻ ബൈയിങ്ങിൽ ബൈ ചെയ്ത് ഹെഡ്ജ് ചെയ്യുമ്പോഴുള്ള ഒരു റിസ്ക് എന്ന് പറയുന്നത്. അറൗണ്ട് 13 lakhs, 12.5 lakhs, 13 lakhs പ്രോഫിറ്റിൽ റൺ ചെയ്യുന്നുണ്ട്. അഗെയിൻ മൊമെൻറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ചാർട്ടിൽ കാണാം. ഈസ് 13 ലക്ഷം രൂപ പ്രോഫിറ്റിലാണ്. $26,250 ലെവൽ ബ്രേക്ക് ചെയ്തു മാർക്കറ്റ്. നല്ലൊരു മൊമെൻറ്റം ഉണ്ട്. 14 ലക്ഷം രൂപയിലേക്ക് എത്തിയിട്ടുണ്ട്. 14.7. ഞാൻ നേരത്തെ പറഞ്ഞ 200 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. 166 ലെവലിൽ നിന്ന് 200 ലെവലിലേക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു. 200 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് 15 lakhs. 15 lakhs വന്നു കഴിഞ്ഞാൽ നമ്മളൊന്നും ആലോചിക്കരുത്, ബുക്ക് ചെയ്യുക. വളരെ ഭംഗിയായിട്ട് നമ്മൾ ബുക്ക് ചെയ്തു. 15 ലക്ഷം രൂപ 5% നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. 3 crore ക്യാപിറ്റലാണെങ്കിൽ 3 കോടി രൂപയാണെങ്കിൽ 15 ലക്ഷം രൂപ നമ്മൾ ഈ ഒരു ട്രേഡിൽ നല്ലൊരു മൊമെൻറ്റം ഉണ്ടായിരുന്നു. പിന്നെ നേക്കഡ് അല്ലാതെ നമുക്ക് ഹെഡ്ജ്ഡ് പൊസിഷൻസ് ആയിട്ട് എടുത്തപ്പോൾ നമുക്ക് ആ ഒരു ഹെഡ്ജ്ഡ് പൊസിഷൻസിൽ കുറച്ച് ലോസ് വന്നെങ്കിലും ആ പൊസിഷൻസ് പ്രൊട്ടക്റ്റഡ് ആണ്. നല്ല രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. എന്തായാലും 15 lakhs പ്രോഫിറ്റ് നമുക്ക് ഹെഡ്ജ്ഡ് പൊസിഷൻസിലൂടെ ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നോക്കാം. ഈ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുമോ അല്ലെങ്കിൽ ഒരു പുൾ ബാക്ക് വരുമോ, 26,200 ലെവലിലേക്ക് വരുമോ എന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം ഫർദർ എൻട്രീസ് എടുക്കാം. അപ്പോൾ ഓക്കെ, എന്തായാലും ഹെഡ്ജ്ഡ് പൊസിഷൻസിൻ്റെ കൂടുതൽ വീഡിയോസ് ഞാൻ വരും ദിവസങ്ങളിലും ചെയ്യാം. ഹെഡ്ജ്ഡ് പൊസിഷൻസിലൂടെ ട്രേഡ് ചെയ്യാം, അതുപോലെ തന്നെ നേക്കഡ് പൊസിഷൻസും ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക. കൂടുതൽ തവണ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആക്ഷൻസ് എന്താണ് ചെയ്യുന്നത്, എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിക്കാം. അപ്പോൾ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യാണ്. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിയിൽ വരുമ്പോൾ നമുക്ക് ട്രേഡ്സ് എടുക്കാം. അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.